നരവർഗത്തിന്റെ മൗലിക ഭാവങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിത. ജനിച്ചു വീഴുന്ന പിഞ്ചോമനയുടെ ഇളം കരച്ചിൽ കേൾക്കാൻ കാതോർത്ത് കിടക്കുന്ന പെറ്റമ്മ തന്റെ കുഞ്ഞ് ഇനി ഒരിക്കലും കരയാതിരിക്കാൻ സ്വന്തം ചിറകുകൾക്കുള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് താലോലിക്കാൻ ഒരു മിത്തായി അതിന്നും നിലകൊള്ളുന്നു. പൂതപ്പാട്ട്. ഉണ്ണി, ദേ പൂതം വരും. ഉണ്ട കണ്ണും കൂർത്ത നഖങ്ങളും ചോര കുടിക്കുന്ന ചുണ്ടുകളുമായി പൂതം വരും. പറയന്റെ കുന്നിന്റെ അങ്ങേ ചരിവിലെ പാറക്കെട്ടിനടിയിൽ കിളിവാതിലിൽ കുടിത്തുറുകണ്ണും പായിച്ചു പകലൊക്കെ പാർക്കുന്നു ഭൂതം. പകലൊക്കെ പാർക്കുന്നു ഭൂതം. പകലൊക്കെ പാർക്കുന്നു ഭൂതം. അമ്മേ, എന്തിനാ അമ്മ ഈ ഭൂതത്തിന് നെല്ലും മുണ്ടും കൊടുക്കുന്നത്? അതൊരു കഥയാണ്. എന്റെ ഉണ്ണിക്ക് അമ്മ അത് പറഞ്ഞു തരാട്ടോ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടോരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നും കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടൂക്കൻ. ഉണ്ണിക്കു കാതിൽ കുടക്കടൂക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു അങ്ങേരി. പാവ കൊടുക്കുന്നു അങ്ങേരി. കഴിഞ്ഞു കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. എടുത്താണേ പോലെ സൂക്ഷിക്കണേ. എന്റെ കുട്ടി തിരിച്ചു വരണവരെ ഈ അമ്മ ഇവിടെ തന്നെ കാത്തിരിക്കും. കണ്ണും പൈക്കളും മേയുന്ന കണ്ടു. ചെത്തി പൂവുകൾ പച്ചപ്പടർപ്പിൽ നിന്നെത്തി നോക്കി ചിരിക്കുന്ന കണ്ടു. പാറക്കെട്ടിന്റെ കൊച്ചു പിളർപ്പിലെ കിളിവാതിലപ്പോൾ തുറന്നു ഭൂതം. ഭൂതത്തിനുള്ളിലൊരിക്കിളി തോന്നി. ഭൂതത്തിൻ മാറത്തു കോരിത്തരിച്ചു. ഭൂതമോരോ മനപ്പെൺകിടാവായി പൂത്തമരത്തിന്റെ ചൊട്ടിയിലും. ഉണ്ണി, വാ, നമുക്ക് കളിക്കാം. ഉണ്ണി, ആ എഴുത്താണ്ടി അങ്ങ് കളഞ്ഞേക്ക്. എനിക്ക് പള്ളിക്കൂടത്തിൽ പോണം. പൊയ്ക്കോ. അതിനു മുൻപ് ഒരിത്തിരി നേരം നമുക്ക് പൂമാല കെട്ടി കളിക്കാം. അതങ്ങ് കളഞ്ഞേക്ക്. മങ്ങി മഞ്ഞക്കതിരു പൊങ്ങി. വീരങ്കണത്തിലെ കാതൽ ചെങ്ങി. എഴുതുവാൻ പോയ ഇടാവു വന്നീലെവിടെ പോയി നങ്ങേലിരുന്നു തേങ്ങി.
ആറ്റിൻകരകളിലങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ. കാറ്റിൽ ചൂടലിയ ജന്മഭൂതം കണക്കങ്ങു നിന്നാളമ്മ. കാട്ടുതീയായിട്ടും ചെന്നുഭൂതം കണ്ണീരാലൊക്കെ കെടുത്താളമ്മ. കരിയായും പുലിയായും ചെന്നുഭൂതം കരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. ഇല്ല, ഈ പൊന്നാരക്കുട്ടനെ എനിക്ക് വേണം. ഈ പൊന്നും മണികളും എല്ലാം ഞാൻ കിഴികെട്ടി നിനക്ക് തരാം. പക്ഷേ ഈ പൊന്നുണ്ണിയെ എനിക്ക് വേണം. ഇല്ല, അതിനൊക്കെ വലുതാ എനിക്കെന്റെ പൊന്നോമന. നിനക്ക് ഞാനെന്റെ കണ്ണവളെ പിഴുതെടുത്ത് തരിക. എനിക്കെന്റെ പൊന്നോമനെ തിരിച്ചു താ, തിരിച്ചു താ എന്റെ ഭൂതമേ. തെച്ചിക്കോലു പറിച്ചു ഭൂതം, ചേലോടു മന്ത്രം ജപിച്ചു ഭൂതം, മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം, പാൺപോടെടുക്കുന്നോതി ഭൂതം. ഉണ്ണി, ഒരു പൊന്നുണ്ണി. ഇല്ല, ഇതെന്റെ ഉണ്ണിയല്ല, ഇതല്ല എന്റെ ഉണ്ണി. പെറ്റവയറിനെ വഞ്ചിച്ച പൊട്ട ഭൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു. എന്നെ ശപിക്കരുത്. നിന്റെ ഉണ്ണിയെ ഞാൻ തിരിച്ചു തരാം, നിന്റെ കണ്ണുകളും തിരിച്ചു തരാം. എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുത്, എന്നെ ശപിക്കരുത്. യാത്ര തിരിച്ചിടും ഉണ്ണിയെ വാരിയെടുത്തു ഉണർന്ന മൂഢാവിങ്കൽ പലവുരു ചുംബിച്ചു പത്തുരു കണ്ണ പാവം കണ്ണീച്ചോല ചൊരിയും. എനിക്കറിയാം എന്റെ ഉണ്ണിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോ നീ വരണം. എന്റെ ഉണ്ണിയെ കാണാനും അവൻ ആനന്ദം പകരാനും ഞങ്ങൾക്ക് മംഗളേകാനും. അങ്ങനെ എല്ലാ വർഷവും മകരക്കൊയ്ത്ത് കഴിയുമ്പോ ഭൂതം വരും. പക്ഷേ ഉണ്ണിയുടെ വീട് ഏതെന്ന് ചോദിക്കാൻ പാവം ഭൂതം മറന്നുപോയി. നങ്ങേലിയാണേ പറഞ്ഞതുമില്ല. ഉണ്ണിയെ ഭൂതം വീണ്ടും കൊണ്ടുപോയാലോ? അതുകൊണ്ടാ ഭൂതം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. എന്റെ ഉണ്ണിക്ക് മനസ്സിലായോ? പാവം ഭൂതം അല്ലേ അമ്മ?